മാനസികമായി പീഡിപ്പിച്ച് ഒന്നവരെ. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ, പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണു പ്രണോയ്, ഇപ്പോൾ അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജ്. കേരളത്തിലെ കലാലയമുറ്റങ്ങളിൽ നിന്ന് കണ്ണീരും ചോരയും കലർന്ന വാർത്തകൾ അവസാനിക്കുന്നില്ല. പരീക്ഷാ പേപ്പറിലെ മാർക്കുകൾ ജീവിതം നിശ്ചയിക്കേണ്ടതിന് പകരം അധ്യാപകരുടെ ഇന്റേണൽ മാർക്കുകൾ കുട്ടികളുടെ മരണ വാറന്റായി മാറുന്ന ക്രൂരത കാഴ്ചയ്ക്കാണ് കേരളം വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതോടെ കലാലയങ്ങളിലെ ഇന്റേണൽ കൊലപാതകങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. കൈയും കാലും വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി, അമ്മയെയും അപമാനിച്ചു. നിതിൻ രാജിന്റെ ആത്മനാദം പുറത്ത്. അഞ്ചരക്കണ്ടിയിൽ അധ്യാപകരുടെ ക്രൂരത വെളിപ്പെടുത്തുന്നു. അതിനിടെ നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബമുയർത്തുന്ന ഗുരുതരമായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കണ്ണൂർ സിറ്റി പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ജാതി അധിക്ഷേപവും നിറത്തിന്റെ പേരിലുള്ള പരിഹാസവും നിതിനെ തളർത്തിയെന്ന പിതാവിന്റെ മൊഴി സാംസ്കാരിക കേരളത്തിന് നാണക്കേടാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നടുക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയാണ്. മരണത്തിന് മുൻപ് നിതിൻ സുഹൃത്തിന് അയച്ചതെന്ന് കരുതുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അധ്യാപകർ തന്നെ എങ്ങനെയൊക്കെ വേട്ടയാടി എന്ന് വികാരധീനനായി നിതിൻ വിവരിക്കുന്ന സന്ദേശം കലാലയങ്ങളിലെ അധ്യാപക ക്രൂരതയുടെ പച്ചയായ ആവിഷ്കാരമാവുകയാണ്. അമ്മയുടെ സർജറിയെ പോലും പരിഹസിച്ച അധ്യാപകൻ കൈയും കാലും വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഓഡിയോയിൽ പറയുന്നു. നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ കൈയും കാലും വെട്ടും, കൈയില്ലാതെ ജീവിക്കേണ്ടി വരും എന്ന അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയതായി നിതിൻ പറയുന്നു. സ്റ്റാഫ് റൂമിൽ വെച്ച് ഒരു കൂട്ടം അധ്യാപകർ ചേർന്ന് തന്നെ മാനസികമായി തളർത്താൻ ശ്രമിച്ചു. തന്നെ ഇഡിയറ്റ് എന്ന് വിളിച്ച അധ്യാപകനോട് സെയിം ടു യു എന്ന് മുഖത്ത് നോക്കി മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും നിതിൻ വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിന് പിന്നാലെ നടന്നത് അതിക്രൂരമായ ആക്ഷേപങ്ങളായിരുന്നു. ക്ലാസ്സിൽ വെച്ച് അമ്മയെയും അമ്മയുടെ ശസ്ത്രക്രിയയെയും കുറിച്ച് മോശമായി സംസാരിച്ചതാണ് നിതിനെ ഏറെ വേദനിപ്പിച്ചത്. എന്നെ വെറുതെ എഴുന്നേൽപ്പിച്ച് നിർത്തി അമ്മയെയും അമ്മയുടെ സർജറിയെയും കളിയാക്കി. അതിനുശേഷം ഇന്റേണൽ മാർക്ക് കുറച്ചെന്ന് പറഞ്ഞ് പരിഹസിച്ചു. രക്ഷിതാക്കൾക്ക് പോയി സർപ്രൈസ് കൊടുക്കാനും പറഞ്ഞു. ഓരോ വാക്കും പറയുമ്പോൾ നിതിൻ വികാരധീനനാകുന്നത് ഓഡിയോയിൽ വ്യക്തമാണ്. ക്ലാസ്സിൽ 100ൽ 99 പേരും തന്റെ അടിമകളായിരിക്കുമെന്ന് അധ്യാപകൻ പ്രഖ്യാപിച്ചതായും നിതിൻ വെളിപ്പെടുത്തുന്നു. നിതിൻ രാജിന്റെ അച്ഛൻ രാജനും അമ്മ ലതയും ഉന്നയിച്ച ജാതി വിവേചന ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഈ ഓഡിയോ സന്ദേശം. കറുത്ത നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മകൻ നിരന്തരം അധിക്ഷേപിക്കപ്പെട്ടിരുന്നുവെന്ന് അവർ കരഞ്ഞു പറയുന്നു. സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനെ കുറിച്ച് പരാതിപ്പെട്ടിട്ടും കോളേജ് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, പരാതി നൽകിയതിന്റെ പേരിൽ അധ്യാപകർ പകപോക്കുകയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. സംഭവം വിവാദമായതോടെ ഓറൽ പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ റാം, ഡോക്ടർ സംഗീത എന്നിവരെ കോളേജ് മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സസ്പെൻഷൻ കൊണ്ട് മാത്രം പ്രതിഷേധം അടങ്ങില്ലെന്നാണ് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും നിലപാട്. ആത്മഹത്യാ പ്രേരണയ്ക്കും ജാതി അധിക്ഷേപത്തിനും ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കോളേജ് കെട്ടിടത്തിന് താഴെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ നിതിനെ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. തിരുവനന്തപുരം പുതുക്കുളങ്ങരയിലെ ഒരു സാധാരണ പെയിന്റിംഗ് തൊഴിലാളിയുടെ മകൻ ഡോക്ടറാകാൻ കണ്ട സ്വപ്നങ്ങളാണ് അഞ്ചരക്കണ്ടിയിലെ ചെങ്കൽ പാകിയ മുറ്റത്ത് പൊലിഞ്ഞു വീണത്. കേരളത്തിലെ കലാലയങ്ങളിൽ ഇന്റേണൽ മാർക്കിന്റെ പേരിൽ നടക്കുന്നത് അക്കാദമിക് ഗുണ്ടായിസമാണെന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് നിതിൻ രാജിന്റെ മരണം. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടുകയും ചെയ്ത സാഹചര്യത്തിൽ പുറത്തുവന്ന ഓഡിയോ സന്ദേശം കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറും. മകന്റെ നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന് നിതിൻ രാജിന്റെ മാതാപിതാക്കൾ പറയുമ്പോൾ ഭരണകൂടം ഉത്തരം പറയേണ്ടി വരും. ഇനി എത്ര നിതിൻ രാജ്മാർ ഇവിടെ ബലി കൊടുക്കപ്പെടണം? പ്രതികളെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബമുയർത്തുന്ന ഗുരുതരമായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കണ്ണൂർ സിറ്റി പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ജാതി അധിക്ഷേപവും നിറത്തിന്റെ പേരിലുള്ള പരിഹാസവും നിതിനെ തളർത്തിയെന്ന പിതാവിന്റെ മൊഴി സാംസ്കാരിക കേരളത്തിന് നാണക്കേടാണ്. ഹോസ്റ്റൽ മുറിയിലെ കെട്ടിത്തൂങ്ങലുകൾ വെറും ആത്മഹത്യകളല്ല, മറിച്ച് വ്യവസ്ഥാപിതമായ കൊലപാതകങ്ങളാണെന്ന വികാരം സമൂഹത്തിൽ ശക്തമാണ്. ജാതി പറഞ്ഞ് ആക്ഷേപിച്ച അധ്യാപകരെ വെറും സസ്പെൻഷനിൽ ഒതുക്കാതെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയായതിനാൽ നിതിൻ നേരിട്ടത് ഇരട്ടി വിവേചനമായിരുന്നു. ഇത്തരം കുറ്റവാളികൾക്ക് നിയമത്തിന്റെ പഴുതുകൾ വഴി പുറത്തിറങ്ങാൻ അവസരം നൽകുന്നത് ഇനിയും ജീവനുകൾ പൊലിയാൻ കാരണമാകും. കലാലയങ്ങളിൽ സമാധാനം വരണമെങ്കിൽ ഇത്തരം പീഡകർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണം. റാഗിങ്ങും ജാതി വിവേചനവും ഇന്റേണൽ മാർക്ക് ഭീഷണിയും ഇല്ലാതാക്കാൻ കർശനമായ നിയമനിർമ്മാണം വേണം. പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണം ഉയർത്തിയ പ്രതിഷേധം ആറുന്നതിനു മുൻപേ നിതിൻ രാജും ഇരയാക്കപ്പെട്ടത് നമ്മുടെ സർവകലാശാലാ സംവിധാനങ്ങളുടെ പരാജയമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അധ്യാപകരിൽ നിന്ന് സംരക്ഷണം ലഭിക്കേണ്ട വിദ്യാർത്ഥി അവർക്കെതിരെ പരാതിയുമായി അധികൃതരെ സമീപിച്ചിട്ടും നടപടിയെടുക്കാത്തത് മാനേജ്മെന്റുകളുടെ ഒത്തുകളിയാണ്. അഞ്ചരക്കണ്ടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിനു മുൻപ് നിതിൻ അനുഭവിച്ച മാനസിക സംഘർഷം ആരും തിരിച്ചറിഞ്ഞില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ ഈ ഒത്തുകളികൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ഇടപെട്ടത് സ്വാഗതാർഹമാണ്. എന്നാൽ അന്വേഷണം വെറും പ്രഹസനമാകരുത്. ജാതി വിവേചനവും റാഗിങ്ങും നടത്തിയവർക്ക് തക്കതായ ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഇനിയൊരു സിദ്ധാർത്ഥനോ നിതിൻ രാജോ ഉണ്ടാകാതിരിക്കൂ. ജിഷ്ണു പ്രണോയിയുടെ അമ്മ ഇന്നും നീതിക്കായി പോരാടുന്നത് നമ്മുടെ കൺമുന്നിലുണ്ട്. ആ ചരിത്രം ആവർത്തിക്കാൻ അനുവദിക്കരുത്. കലാലയങ്ങൾ പഠനത്തിനുള്ള കേന്ദ്രങ്ങളാകണം, പീഡനമുറികളാകരുത്. അധ്യാപകർ വഴികാട്ടികളാകണം, വേട്ടക്കാരാകരുത്. ഇന്റേണൽ മാർക്കുകൾ വിദ്യാർത്ഥിയുടെ കഴിവളക്കാനുള്ളതാകണം, പകപോക്കാനുള്ള ആയുധമാകരുത്. പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കമ്മീഷൻ നടത്തുന്ന തുടർനീക്കങ്ങൾ കേരളത്തിലെ കലാലയ രാഷ്ട്രീയത്തിലും അക്കാദമിക് രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്ന് പ്രത്യാശിക്കാം. നിതിൻ രാജിന് നീതി ലഭിക്കുന്നതുവരെയും പ്രതികൾ അഴികൾക്കുള്ളിലാകുന്നതുവരെയും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം പോരാട്ടം തുടരും. കലാലയങ്ങളിലെ ഈ ചോരക്കളിക്ക് ഇവിടെ അന്ത്യമുണ്ടാകണം. കുറ്റക്കാർക്ക് ജാമ്യം കിട്ടാത്ത വിധം അഴികൾക്കുള്ളിലാക്കുക എന്നത് മാത്രമാണ് ഇനിയുള്ള പോംവഴി.